ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്കാമാണ്, വളരെ ലൈവായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ്. അതായത് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരസ്യം വരികയാണ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ. മിക്കവാറും നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിന്ത്രയിലും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാങ്ങാത്ത കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യമായിരിക്കും നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ ഒക്കെ വരുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കുറഞ്ഞ പ്രൈസിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതൊന്ന് കയറി നോക്കും. കയറി നോക്കുന്ന സമയത്ത് നല്ലൊരു കിടിലം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്, കുറഞ്ഞ പ്രൈസിലുമാണ് കിട്ടുന്നത്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് രസമുണ്ട്, എല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ കൂട്ടിരിക്കുന്നു, ആമസോണിൻ്റെ കൂട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മിന്ത്രയുടെ കൂട്ടിരിക്കുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് കൂട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തിൽ കയറിയിട്ട് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരും, ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ഡെലിവറി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡെലിവറി ബോയുടെ കോൾ വരികയാണ്. കോൾ വന്നിട്ട് ഡെലിവറി ബോയ് പറയുകയാണ് നിങ്ങൾക്കൊരു OTP വന്നിട്ടുണ്ട്, ആ ഒരു OTP നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. നിങ്ങളെന്ത് ചെയ്യും, ജസ്റ്റ് അത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഒരു OTP ആണ്, നിങ്ങൾ അത് നേരെ ഡെലിവറി ബോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഈ പട്ടി കണ്ടൊരു ശല്യമാണല്ലോ. അപ്പോൾ ഈ ഡെലിവറി ബോയ്ക്ക് നിങ്ങൾ ഈ OTP പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിന്നും കുറേ പൈസ അങ്ങ് പോവും. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന OTP എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP ആണ്. അപ്പോൾ നമ്മൾ ഡെലിവറി ബോയ് വിളിക്കുന്ന സമയത്ത് നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. ചില ആൾക്കാർ ശ്രദ്ധിക്കും, എന്നാലും മിക്കവാറുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കത്തില്ല. ഈ OTP വരുന്ന സമയത്ത് അതെടുത്തങ്ങ് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അപ്പം അത് ബാങ്കിൽ നിന്ന് വരുന്ന OTP ആണെന്ന് നമുക്കറിയത്തില്ല, നമ്മളത് പെട്ടെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഇതാണ് സ്കാമിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്, സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാമിൽ പോയി പെടാതിരിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസ് ആവശ്യമില്ലാത്തത് തുടങ്ങിയിട്ടുണ്ട്. ചില നല്ല പേജസ് ഉണ്ട്, പക്ഷേ അവർക്കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം കുറേ ചവറ് പോലെ പേജസ് ഇറക്കുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അങ്ങനത്തുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ട്രസ്റ്റ്ഫുൾ ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല വെബ്സൈറ്റാണ്. അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക, മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഡെലിവറി ബോയുടെ കോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് OTP എന്തായാലും വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഡെലിവറി ബോയ് OTP ചോദിക്കുകയാണെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാതെ ആരെങ്കിലും വിളിച്ച് OTP ചോദിക്കുകയാണെന്നെങ്കിൽ എടുത്ത് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് OTP ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആ OTP എന്തിൻ്റെയാണെന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രം OTP പറഞ്ഞു കൊടുക്കുക. അപ്പം ഈ ഒരു പിന്നെ നിങ്ങൾ വേറൊരു കാര്യം, ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പുതിയ സംഭവം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചിരുന്നൊരു സാധനമാണിത്. പക്ഷേ അതിന് വീഡിയോക്കുള്ളൊരു കണ്ടന്റ് ഒന്നുമില്ല. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഈ മൊബൈൽ ഫോൺസിൻ്റെ നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7 days റീപ്ലേസ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ 10 days റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 days സർവീസ് അസിസ്റ്റൻസ് അറ്റ് ദ സർവീസ് സെൻറ്റർ എന്നങ്ങാണ്ട് പറഞ്ഞൊരു ഓപ്ഷനാണ് കിടക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു സംഭവമാണ് എഴുതി കാണിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു TVയോ വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 7 days റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട് തന്നിട്ടുള്ള ആ ഒരു റീപ്ലേസ്മെൻറ്റ് പോളിസി അവരിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സർവീസ് സെൻറ്ററിലാണ് പോകേണ്ടത്. അല്ലാതെ ഫ്ലിപ്കാർട്ടിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ഒന്നും ചെയ്ത് തരത്തില്ല, നേരെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങളത് മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ എടുക്കുക. അതിന് ശേഷം താഴെ ആ റീപ്ലേസ്മെൻറ്റ് പോളിസി എന്ന് പറയുന്ന സംഭവം എഴുതിയിരുന്ന സ്ഥലത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ പുതിയൊരു ഐറ്റം വന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള പുതിയൊരു പരിപാടിയാണിത്. അതൊരു പുതിയ വീഡിയോ ആയിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഫസ്റ്റ് സ്കാമിൻ്റെ കാര്യം മറക്കണ്ട. പിന്നെ നിങ്ങൾക്കൊരു സംശയം കാണും, ഈ അവർ കാർഡ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചവരൊക്കെ ആയിരിക്കും ചില പേയ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ. ഒന്നും കാര്യമില്ല, നമ്മൾ എവിടെയൊക്കെ പോയി കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിലയൊക്കെ അവർ എടുത്തോളും. ഓക്കെ, അപ്പം സൂക്ഷിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.